ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസംബ്ലി ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. അതായത് മെഷീൻ എലമെൻറ്റ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് പാർട്സ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അസംബിൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റഫിംഗ് ബോക്സിൻ്റെ ഫിഗറാണ്. ഓക്കെ, സ്റ്റഫിംഗ് ബോക്സ് ഡിഫറെൻറ്റ് പാർട്സുകൾ വന്നിട്ട് അതെങ്ങനെ ഡ്രോയിങ് അസംബിൾ ചെയ്ത് വരയ്ക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്താണ് ഒരു മേക്കിംഗ് ആൻഡ് അസംബ്ലി ഡ്രോയിങ് എങ്ങനെയാണ് നോക്കുക. നമ്മൾ ഇതുവരെ തന്നൊക്കെ നിങ്ങൾക്ക് ഐസോമെട്രിക് വ്യൂ തന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങളോട് പറഞ്ഞ വ്യൂസ്, അതായത് ഹാഫ് സെക്ഷണൽ എലിവേഷൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്നൊക്കെ പറഞ്ഞ മാതിരി അതായിരുന്നു നിങ്ങൾ ഇതേവരെ വരച്ചിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പാർട്സുകൾ തന്നിട്ട് അസംബ്ലി ഡ്രോയിങ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എലമെൻറ്റ്സ് തന്നിട്ട്. അപ്പോൾ ഒരു ജസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് സ്റ്റഫിംഗ് ബോക്സിൻ്റെ ഫിഗർ ഡിസ്കസ് ചെയ്യാം. മേക്കിംഗ് ആൻഡ് അസംബ്ലി ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അസംബ്ലി ഡ്രോയിങ് ഓഫ് എ മെഷീൻ ഷോസ് ദി വേരിയസ് കമ്പോണൻസ് ഓഫ് ദി മെഷീൻ ഇൻ ആൻ അസംബിൾഡ് പൊസിഷൻ. എനി എറർ ഇൻ ദ ഡയമെൻഷൻസ് ഓഫ് എ കമ്പോണൻറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് വൈൽ അസംബ്ലിംഗ് ദ കമ്പോണൻറ്റ്സ്. ഹൗവർ ദി ഡയമെൻഷൻസ് ഓഫ് ദി നോൺ ഫങ്ഷണൽ പാർട്സ് കനോട്ട് ബി ചെക്ക്ഡ് ബൈ ദി പ്രോസസ് ഓഫ് അസംബ്ലി. അതായത് എല്ലാ മെഷീൻ എലമെൻറ്റ്സും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡയമെൻഷൻ ചെയ്ത് പ്രോപ്പർ ആയാലും മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അസംബ്ലി ഡ്രോയിങ് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ദി ഫോളോയിങ് സ്റ്റെപ്സ് മേ ബി അഡോപ്റ്റഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് ഓഫ് എ യൂണിറ്റ് ഓഫ് എ മെഷീൻ ഫ്രം ദ ആക്ച്വൽ യൂണിറ്റ് ഓഫ് ദി മെഷീൻ ഇറ്റ്സെൽഫ്. സ്റ്റഡി ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി വേരിയസ് കമ്പോണൻസ് ഓഫ് ദി യൂണിറ്റ്. അതായത് ആദ്യം എന്ത് ചെയ്യണം, ഒരു വേരിയസ് യൂണിറ്റിൻ്റെ എന്ത് ചെയ്യണം, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ സ്റ്റഡി ചെയ്യണം. ദെൻ എക്സാമിൻ ദി ജോമെട്രിക്കൽ ഫോംസ് ഓഫ് ആൾ ദീസ് കമ്പോണൻസ്. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ജോമെട്രിക്കൽ ഫോംസ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് അസംബിൾ ദി ഡിസസംബിൾ ദി യൂണിറ്റ് independently to study the relative positions of the making components. Next, prepare the sketches of these components giving complete dimensions from the manufacturing point of view. Sectional views may also be prepared if necessary. അത് പിന്നെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് മാനുഫാക്ചറിങ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മനസ്സിലാക്കി എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് കൃത്യമായിട്ട് മാനുഫാക്ചറിങ് സെക്ഷനിലേക്ക് വിടാൻ. സെക്ഷണൽ വ്യൂസ് നിർബന്ധമായിട്ടും കൊടുക്കണം, എന്നാലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ദെൻ ടേക്ക് സഫിഷ്യൻറ്റ് കെയർ ടു സീ ദാറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഫാസ്റ്റനേഴ്സ് ആർ ഇൻ കൺഫേമിറ്റി വിത്ത് ദി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഉള്ള സ്ക്രൂ നട്ട്സ്, അതിനാണ് നമ്മൾ ഫാസ്റ്റനേഴ്സ് എന്ന അങ്ങനത്തെ എലമെൻറ്റ്സുകളൊക്കെ കറക്റ്റായിട്ട് അവൈലബിൾ ഉള്ളതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റഫിംഗ് ബോക്സിൻ്റെ ഫിഗർ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കുക, ഇതാണ് സ്റ്റഫിംഗ് ബോക്സിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. അതിനെ അസംബിൾ ചെയ്ത് വരച്ചിട്ടുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഷാഫ്റ്റുകൾക്കൊക്കെ നമ്മൾ മെക്കാനിക്കൽ സെക്ഷനിൽ ഷാഫ്റ്റുകൾക്കൊക്കെ പവർ ട്രാൻസ്മിഷനിൽ ഷാഫ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു എലമെൻ്റാണ് സ്റ്റഫിംഗ് ബോക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് ഫിഗർ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നോക്കുക, 1 എന്നുള്ള ഭാഗം എന്താ നോക്കാം. 1 എന്നുള്ള ഭാഗമാണ് ബോഡി, 2 എന്നുള്ള ഭാഗമാണ് ഇതിൻ്റെ ഗ്ലാൻഡ് ബുഷ്, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡ്, 4 പറഞ്ഞാൽ അതിൻ്റെ നട്ട്, 5th കമ്പോണൻ്റാണ് ഗ്ലാൻഡ്, 6ാമത്തെ പിസ്റ്റൺ റോഡ്. ഇനി ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ സെക്ഷണൽ വ്യൂ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ചോദ്യം നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ ചോദ്യം. ഡിസസംബിൾഡ് ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്റ്റഫിംഗ് ബോക്സ് ഇസ് ഷോൺ ഇൻ ഫിഗർ. Assemble the parts and draw a left half sectional elevation and a plan of the stuffing box. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ലെഫ്റ്റ് ഹാഫ് സെക്ഷണൽ എലിവേഷനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് സെക്ഷണൽ എലിവേഷനാണ് ഇതിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് വരിക നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ ബേസ്, ഓക്കെ, ബേസ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇതിൽ അറിയാം, ബേസ് എന്ന് പറഞ്ഞാൽ 15 ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് 15. ഇതിൻ്റെ വിടുത്ത് ഇതിൽ തരാത്ത കാരണം ഏകദേശം ഒരു 70 സംതിങ് ടോട്ടൽ എടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള അളവുകൾ നമുക്ക് ഇതിന്ന് കൃത്യമായിട്ട് കിട്ടും. ബാക്കിയുള്ള എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഏകദേശം അപ്രോക്സിമേഷൻ എടുക്കുക. അപ്പോൾ 15 ഇതിൻ്റെ വിടുത്ത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ സെൻട്രലായിട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ലൈൻ വരച്ചതിന് ശേഷം ഇത് 15 ജസ്റ്റ് എന്ത് ചെയ്യുക, 15 എന്ത് ചെയ്യണം, 15
ഒരു വിഡ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ഏകദേശം ഒരു ലെങ്ത്തിൽ എന്ത് ചെയ്യുക, അത് വരയ്ക്കുക 2 സൈഡിക്കും. ഓക്കെ, വരച്ചതിന് ശേഷം ഫിഗറിക്ക് നോക്കുക. ഇവിടെ നമുക്കറിയാം ഇത് ടോട്ടൽ 12 ഉണ്ടായിരിക്കും, ഇവിടുത്തെ 22 ഉണ്ടായിരിക്കും ഈ റേഡിയസ്. ഓക്കെ, അത് രണ്ടും ആയിക്കഴിഞ്ഞാൽ 34. അപ്പോൾ ഈ സെൻട്രലിൽ നിന്ന് ഈ അറ്റത്തേക്കും 34, ഈ അറ്റത്തേക്കും 34 എടുത്തിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഹൈറ്റ് മാർക്ക് ചെയ്യണം. ഹൈറ്റ് എത്ര വരിക, 55. ഓക്കെ, 15 വരും ഈ ഹൈറ്റ് 55 വരും. ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഈ സെൻട്രലിൽ നിന്ന് 45, അതാണ് ഈ 90 കണ്ടോ, ഈ 2 ഹോളുകൾ. ഓക്കെ, അത് 90 അപ്പോൾ 90ക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്യുക. ആ 90 മാർക്ക് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യണം, ഈ സ്റ്റഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ അസംബ്ലി ഡ്രോയിങ്. അതായത് കറക്റ്റ് ആ പൊസിഷനിലേക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ സ്റ്റഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, സ്റ്റഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റഡിൻ്റെ അളവ് നമുക്കറിയാം. അപ്പോൾ 90 ഇവിടെ മാർക്ക് ചെയ്യുക, 15 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 45 സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു ഇതിൻ്റെ എൻഡിക്ക് 50 മാർക്ക് ചെയ്യുക, ഇതിൻ്റെ എൻഡിക്ക് 50 മാർക്ക് ചെയ്യുക. ഓക്കെ, 50 മാർക്ക് ചെയ്തതിന് ശേഷം ഈ സ്റ്റഡ് നമ്മൾ വരയ്ക്കണം. സ്റ്റഡിൻ്റെ ഹൈറ്റ് അറിയാം 95 M12. അപ്പോൾ 95 പറഞ്ഞാൽ ഈ അറ്റം മുതൽ ഈ അടി മുതൽ മേതല വരെയുള്ള എന്താ പറയുക 95 മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത ശേഷം മേലേക്ക് അതിൻ്റെ അളവ് നമുക്കറിയാം. അതിൽ തന്നെ ഈ 15 5 എന്ന് പറഞ്ഞ ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുക, 15 അളവ്. അതിൽ 60 നമ്മൾ എന്ത് ചെയ്യുക, വരച്ചിട്ട് 60 ഇവിടെ തന്നിട്ടുണ്ട്, M12. ഈ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിലും കൃത്യമായിട്ട് അതിൻ്റെ എന്ത് മാർക്ക് ചെയ്യണം, ഈ നട്ട് കൃത്യമായിട്ട് വരയ്ക്കുക. നട്ട് 2 സൈഡിലും 45 വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഒരു എന്തുണ്ട്, ഈ ഒരു പോർഷൻ കണ്ടല്ലേ, ഈ ഒരു പോർഷൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു പോർഷൻ 2 എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് ബുഷ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഗ്ലാൻഡ് ബുഷ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അത് നമുക്കറിയാം. അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ 24 അല്ലേ, 34 ആണ്. അപ്പോൾ 22 നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ഈ ഒരു ലൈന് വരയ്ക്കുക. വരച്ചിട്ട് അത് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ആർക്ക് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു അളവും കൊണ്ട് ഉണ്ടായിരിക്കും. അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതാ, ഇവിടെ ഒരു 6 ഇതിൻ്റെ ഇതാണ്, 46 ഒരു 50 എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സൈഡിക്കും 46 പറയുമ്പോൾ 23 എടുത്തിട്ട് ഇത് വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഈ ആർക്ക് 12ൻ്റെ ഒരു ആർക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെൻട്രലിൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഷാഫ്റ്റിൻ്റെ എൻഡ് കറക്റ്റായിട്ട് ഇവിടെ ഈ ഷാഫ്റ്റിൻ്റെ എൻഡ് 2 സൈഡിലും കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലെഫ്റ്റ് ഹാഫ് സെക്ഷനാണ് ഹാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സെക്ഷനായിട്ട് കാണിക്കേണ്ടത്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മെറ്റീരിയലുള്ള പോർഷൻസ് ഹാച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ ആ മെഷീൻ്റെ എലമെൻറ്റ്സ് ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഐറ്റം ലിസ്റ്റ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഐറ്റം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഐറ്റം, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, മെറ്റീരിയൽ, ഇത്രയും മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിൻ്റെ മെറ്റീരിയൽ നോക്കുക. ബോഡീൻ്റെ മെറ്റീരിയൽ കാസ്റ്റ് അയൺ, ഗ്ലാൻഡ് ബ്രഷ്, ബ്രാസ്, സ്റ്റഡ് മൈൽഡ് സ്റ്റീൽ, നട്ട് മൈൽഡ് സ്റ്റീലാണ്, ഗ്ലാൻഡ് കാസ്റ്റ് അയൺ ആണ്, പിസ്റ്റൺ സ്റ്റീലാണ്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്റ്റഫിംഗ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ വേണം വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള ഷാഫ്റ്റിൻ്റെ നമുക്കറിയാം ഇതുണ്ടല്ലേ, ഈ റോഡ് 6 എന്നുള്ള പോർഷനല്ലേ, ഈ 6 എന്നുള്ള പോർഷനാണ് 24 ആവുക. അപ്പോൾ ഇത് 12 എടുത്തിട്ട് വേണം ഇതിൻ്റെ ഈ ഷാഫ്റ്റ് വരാൻ. ഓക്കെ, ഷാഫ്റ്റിൻ്റെ ഇത് കണ്ടല്ലേ, അപ്പോൾ ആ രീതിയിൽ വേണം ആ ഷാഫ്റ്റും കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ഫിഗർമാരല്ല, ഇതിൽ നിങ്ങൾക്ക് എലമെൻറ്റ്സ് വന്നിട്ട് ആ എലമെൻറ്റ്സ് എവിടെയൊക്കെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കൃത്യമായിട്ട് വേണം. ആ ഐഡിയ ഉണ്ടെങ്കിൽ വേണം നമുക്കിത് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഓരോ പാർട്സ് എന്ത് ചെയ്യണം, ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യണം. 1 2 3 4 5 6 പാർട്സ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യും വേണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഓരോ സാധനങ്ങളും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇതിൽ മെൻഷൻ ചെയ്യും വേണം. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു അസംബിൾഡ് ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരിക്കും ചോദ്യം നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഇത് നല്ലൊരു മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ അസംബിൾഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറാണ്. ഓക്കെ,
അപ്പോൾ ചെറിയ മാർക്കില്ല നല്ലൊരു മാർക്കിന് തന്നെ ഇത് കൃത്യമായിട്ട് ചോദിക്കും. ഓക്കെ, ഏകദേശം ഒരു 40 മാർക്കോളം ഒറ്റ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി പ്രോപ്പറായിട്ട് ടൂൾസ് ഉപയോഗിച്ച് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.